നിനക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തു കഴിക്കാം. ആ ഋതികെ രാജു വന്ന് കണ്ടാലോ അമ്മായി? ആ ഋതികയല്ല, ഇവിടുത്തെ ഋതുമോള്. ഋതുമോള് കണ്ടുവന്ന ഞാൻ പറഞ്ഞോളാം. മതി മതി. കഴിക്ക്. എന്തിനാടാ ദീപക്കെ നീ ഇങ്ങനെ തല്ലുകൊള്ളിയായി വളരുന്നേ? മറ്റുള്ളവരുടെ മുന്നില് ഒരു തലതെറിച്ചവെന്നുള്ള പേര് കേൾപ്പിക്കാതെ നിനക്ക് ഇനിയെങ്കിലും നന്നായിക്കൂടെ? നീ ഒരു ചെറുപ്പക്കാരനല്ലേ? ഇത്തരം വീട്ടുജോലിയൊക്കെ ചെയ്യുന്ന കാണുമ്പോ ഒരു സങ്കടം. അതുകൊണ്ട് പറഞ്ഞു പോയതാ. നിന്നെ വളരെ കുഞ്ഞിലേ മുതൽ കാണുന്നതല്ലേ. മറ്റുള്ളവരുടെ ചവിട്ടും തൊഴിയൊന്നും വാങ്ങിക്കാതെ നീ നിന്റെ ഈ വൃത്തികെട്ട സ്വഭാവം ഒന്ന് മാറ്റാൻ നോക്ക്. താങ്ക് യു അമ്മായി, ഈ നല്ല അഡ്വൈസിന്. അല്ലെങ്കിലും ഞാൻ അടിമുടി മാറാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. ഞാൻ മാറിക്കോളാം, ഞാൻ പൂർണ്ണമായിട്ട് മാറിക്കോളാം അമ്മായി. അമ്മായി എത്ര നല്ലോളാം. അമ്മായിയോട് എനിക്ക് കുട്ടിക്കാലം മുതലേ വലിയ സ്നേഹമാണ്. അമ്മായി വെറൊരു പാവ. ഈ കുഞ്ഞമ്മാവിന്റെ ഋതികയുടെ ഉപദേശം കേട്ടാ അമ്മായി മോശക്കാരിയായി പോയത്. ഒരു കാര്യം ചെയ്, അമ്മായി ഇന്നു മുതല് ഞങ്ങളുടെ കൂടെ കുടിക്കോ. അമ്മയും അമ്മായും ഞാനും ഒറ്റ യൂണിയൻ. ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് അമ്മായിയും കൂടെ ഞങ്ങളുടെ സംഘത്തിൽ ചേർക്കാം. അമ്മായിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതെന്റെ അമ്മ ചെയ്തു തരും. ആ അത് കൊള്ളാം. ഞാനും കുറെ നാളായി വിചാരിക്കുന്നതാ നിങ്ങളുടെ കൂടെ കൂടണമെന്ന്. അവരുടെ കൂടെ നിന്നിട്ടേ ഒരു പ്രയോജനം ഇല്ലടാ. ആ അതെ അമ്മായി, ഒരു പ്രയോജനവും ഇല്ല. എന്തെങ്കിലുമൊക്കെ നേടണമെങ്കിലേ ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കണം. ആ നീ കഴിച്ചോ. എന്നാ ഇന്നു മുതൽ ഞാൻ നിങ്ങളുടെ യൂണിയനാ.